ഹലോ ഇന്ന് നൈറ്റ് എന്തുണ്ടാക്കണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന നിൽപ്പാണ് കേട്ടോ ഞാൻ. അപ്പോഴാണ് ആലോചിച്ചത് രാവിലെ പുട്ടിനോട് ഉണ്ടാക്കിയ കടലക്കറി ബാലൻസ് ഉണ്ടല്ലോ എന്നൊക്കെ. അറിയായിട്ടൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് കടലയുണ്ട്, കുറച്ച് ഗ്രേവിയുണ്ട്. അങ്ങനെ ജസ്റ്റ് അതൊന്ന് ചൂടാക്കി എടുക്കുവാണ് കേട്ടോ. അതിൻ്റെ കൂടെ ചപ്പാത്തി ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ചൂടാക്കി എടുത്തു. ഇനി ചപ്പാത്തി ചുടുവാണ്. പാക്കറ്റ് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ നൈറ്റായിട്ട് ഞാൻ രണ്ടെണ്ണേ കഴിക്കാറുള്ളൂ. അങ്ങനെ അതൊന്ന് ജസ്റ്റ് ചുട്ടെടുക്കുവാണ്. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കൈയിട്ട് കറക്കിക്കൊണ്ടിരിക്കും കേട്ടോ, അത് പെട്ടെന്ന് വേവാനായിട്ട്. അങ്ങനെ അത് വേവുന്നേ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ചപ്പാത്തി വെന്തതൊക്കെ എടുത്ത് പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ വിചാരിച്ചൊരു ബുൾസയും കൂടെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ബുൾസൈ ഉണ്ടാക്കാനായിട്ട് മുട്ടയൊക്കെ എടുത്ത് ഒരു ബുൾസൈ ഉണ്ടാക്കുവാണ്. പക്ഷേ എൻ്റെ ബുൾസൈക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഞാൻ രണ്ട് സൈഡും വേവിക്കും കേട്ടോ. അതുകൊണ്ട് ഇത് ബുൾസൈ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിന് ഫുഡൊക്കെ റെഡിയായി ഇനി അത് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. കടലക്കറിയും ചപ്പാത്തിയും മുട്ടയും. സത്യത്തിൽ ഞാനങ്ങനെ ഡെയിലി അങ്ങനെ കുക്ക് ചെയ്യാറൊന്നുമില്ല, പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തോന്നുമ്പം കുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഫുഡായിരുന്നു കേട്ടോ, ഞാൻ കഴിച്ചു. പിന്നെ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു, കടലക്കറിക്ക് കുറച്ച് എരിവ് കൂടുതലായിരുന്നു. പിന്നെ ഞാനല്ലേ ഉള്ളൂ കഴിക്കാൻ, ഞാനങ്ങനെ കഴിച്ചു. ഇനി കഴിച്ചതിന് ശേഷമാണ് പണി. പാത്രങ്ങളെല്ലാം കഴുകണം. കിടക്കുന്നുണ്ടോ, രാവിലെ മുതലുള്ള പാത്രങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കഴുകാനായിട്ട് പോവുകയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ പാത്രം കഴുകുകയുള്ളത്. കുക്കിങ്ങൊക്കെ പിന്നും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയാം. പിന്നെ ഒരു ഡേയിലേക്ക് യൂസ് ചെയ്യുന്ന പാത്രങ്ങളെല്ലാം ഞാൻ നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് കിടക്കാറാകുമ്പോഴാണ് കഴുകി വയ്ക്കാറുള്ളത്. ഞാനങ്ങനെ അപ്പോഴെപ്പോഴും അങ്ങനെ കഴുകി വയ്ക്കാറില്ല, നൈറ്റ് കിടക്കാറാകുമ്പോൾ കഴുകി വയ്ക്കാറാണ്. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി ക്ലീനാക്കിയതിന് ശേഷം ബാലൻസ് വന്ന ചപ്പാത്തി എല്ലാം കൂടെ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. കളഞ്ഞപ്പോൾ നാളെയും എടുക്കണം, നാളെയും നൈറ്റൊക്കെ എടുക്കും. അങ്ങനെ കിച്ചണിലെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പം കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷം റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ റൂമിലെത്തിയപ്പോഴാണ് എൻ്റെ ഈ ബൾബ് കത്തുന്നില്ല. അപ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറുക. എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യമാണ് ഈ ഹോൾഡറിൽ നിന്ന് ബൾബ് ഊരിയെടുക്കുക എന്നുള്ളത്. പിന്നെ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ നോക്കിയപ്പോഴാണ് ആ മുകളിലിരിക്കുന്ന ഗ്ലാസ് ഊരിയെടുക്കാം. അങ്ങനെ ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാനത് ഊരിയെടുത്ത് നോക്കിയപ്പം മൊത്തം പൊടി പിടിച്ചിരിക്കുക. പക്ഷേ ബൾബ് ഹോൾഡറിൽ നിന്ന് വിട്ട് വരുന്നില്ല. ഞാൻ ആദ്യം ഒരു കൈ കൊണ്ട് നോക്കി, പിന്നെ ഞാൻ രണ്ട് കൈ കൊണ്ട് നോക്കുവാണ്. പക്ഷേ അത് വിട്ട് വന്നില്ല. പിന്നെ ഞാൻ ഗ്ലാസും ബൾബും എല്ലാം അങ്ങ് തുടച്ചതിന് ശേഷം അതങ്ങ് തിരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഗ്ലാസ് ഞാൻ തിരികെ കയറ്റി വെച്ചു. സാധാരണ ഞാൻ ആ ലൈറ്റ് അങ്ങനെ ഇടാറില്ല. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ്. അപ്പോഴാണ് ഫീസായ കാര്യം അറിഞ്ഞത്. അങ്ങനെ തിരിച്ചിറങ്ങിയതിന് ശേഷം ഇനി കുറച്ച് നേരം ഫോണിൽ കളിക്കുകയാണ്. അപ്പോഴാണ് ആ ബൾബ് മിന്നി മിന്നി കത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പോയി സ്വിച്ചൊക്കെ അങ്ങ് ഓഫാക്കി. എന്നിട്ട് ഇനിയിപ്പം കിടക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.